പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം. ടി.കെ. രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടി. ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്ത്. വിശദാംശങ്ങൾ അഞ്ജു ജയപ്രകാശ് നൽകും. അഞ്ജു, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ശിക്ഷാ ഇളവിന് ശ്രമിക്കുന്നത്? സർക്കാർ ഉത്തരവും കോടതി ഉത്തരവും മറികടന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കത്തിന് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശിക്ഷാ ഇളവ് നൽകാനുള്ള വഴിവിട്ട നീക്കമാണ് ഇപ്പോൾ ഒരു കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 3 പേരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനാണ് ഈ തീരുമാനമായിരിക്കുന്നത്. അതിൽ ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരാണ് ഈ പട്ടികയിൽ കാണുന്നത്. ശിക്ഷ ഇളവിന് മുന്നോടിയായിട്ട് പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് നൽകിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. പ്രധാനമായും പറയേണ്ടത് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. അത് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ശിക്ഷ ഇളവില്ലാതെ ജീവപര്യന്തം തടവിന് ഹൈക്കോടതി ഈ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ഈ ശിക്ഷ വർദ്ധിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് പ്രതികളെ വിട്ടയക്കാനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും അത് പറയുന്നത് ഈ 2022 നിലവിൽ വന്ന ഒരു നിയമമുണ്ട്. അതിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ഈ ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്ത് ഒരു മാർഗനിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക ആലോചന നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്നതാണ് ഈ കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആ പട്ടിക അനുസരിച്ച് നിലവിൽ 3-ാം സ്ഥാനത്ത് ഷാഫിയുണ്ട്. പേരുകളൊന്നും ഒരുമിച്ചല്ല ഉള്ളത്. 3-ാം സ്ഥാനത്ത് ഷാഫി ആണെങ്കിൽ 47-48 പട്ടികയിൽ മറ്റു പ്രതികൾ ഉള്ളത്. ഇങ്ങനെ ചേർത്തുകൊണ്ടാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സൂപ്രണ്ട് കത്ത് നൽകിയിട്ടുള്ളത്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ടി.പി. കേസിലെ കൊലയാളി സംഘത്തിലെ ഈ 3 പേർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ഒരു നീക്കം ആരംഭിച്ചത്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരുടെ പട്ടിക അത് ഈ ജയിൽ ഉപദേശക സമിതി നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയാണിത്. ആ പട്ടികയിലാണ് ഈ മൂവരുടെയും ഈ 3 പ്രതികളുടെയും പേര് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ തുടർച്ചയായിട്ട് ഒരു 20 വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചവരാണ് ഈ 3 പേരും. ആ വിധി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഇളവ് നൽകാനുള്ള ഒരു സർക്കാരിന്റെ നീക്കം ഇത്തരത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ്, ഈ വഴിവിട്ട നീക്കം ഉണ്ടാവുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ആ പട്ടികയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ആ പട്ടികയിലാണ് ഈ പ്രധാനമായും ശിക്ഷിക്കപ്പെട്ട 3 സംഘം ആയിട്ടുള്ള ടി.കെ. രജീഷും മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരുടെ പേര് പട്ടികയിൽ ക്രമാതീതമായി ക്രമപ്പെടുത്തി ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയിരിക്കുന്നത്. അഞ്ജു സൂചിപ്പിച്ചതുപോലെ ഇതൊരു വഴിവിട്ട നീക്കം എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഇപ്പോൾ ശ്രീമതി കെ രമ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി കെ രമ, വാർത്ത അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു വഴിവിട്ട ശ്രമമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഹൈക്കോടതി വിധി മറികടന്നാണ്, ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ശിക്ഷാ ഇളവിന് വേണ്ടി ശ്രമിക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിലുള്ള പ്രതികരണം? അല്ല, ഇത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കോടതി വളരെ കൃത്യമായി, ഹൈക്കോടതിയിൽ അപ്പീൽ വിധി വളരെ കൃത്യമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് 20 വർഷത്തേക്ക് ശിക്ഷ ദീർഘിപ്പിച്ചു, ഇരട്ട ജീവപര്യന്തമാക്കി, യാതൊരുവിധ റെമിഷൻസിനും പാടില്ല എന്ന് വളരെ കൃത്യമായി കോടതി വിധിയിലുണ്ട്. ആ വിധിയെ മറികടന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. ഇത് വളരെ കോടതി അലക്ഷ്യമായ ഒരു കേസാണ്. അപ്പൊ ഈ പ്രതികൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ എക്കാലത്തെയും അജണ്ടയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. അതാണ് ഇപ്പം ഈ 3 പ്രതികളെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടിന് ജയിൽ സൂപ്രണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് ആവശ്യപ്പെടുക എന്നത് സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരത്തിൽ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ നീക്കത്തെ, ഈ ശിക്ഷാ ഇളവ് നൽകാനുള്ള ഈ നീക്കത്തെ എങ്ങനെ പ്രതിരോധിക്കാനാണ് നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാവുക? ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഇതിനെ നേരിടും. വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട്, ഗവർണറെ സമീപിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതിനെതിരായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.
ശരി, ശ്രീമതി കെ രമയാണ് നമ്മളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അഞ്ജു തുടരുന്നുണ്ട്. അഞ്ജു, കെ രമ പ്രതികരിച്ചത് അഞ്ജുവിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ് വച്ചതുപോലെ തന്നെ ഇത് വഴിവിട്ട ഒരു നീക്കം തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഈ പ്രതികളെ സഹായിക്കാനുള്ള വഴിവിട്ട ഒരു നീക്കം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അഞ്ജു? ആതിര, ഇത് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. അതായത് നിലവിൽ അവർ പറയുന്നത് അതായത് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരു മാർഗനിർദ്ദേശം നിലവിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക ആലോചന നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടികയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പട്ടികയിൽ അത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ട് ആവശ്യമാണ്. അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ കത്ത് അയക്കുന്നത്. എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് TP വധക്കേസിലെ ഈ മൂവർ സംഘം, ആ മൂവർ സംഘത്തിന്റെ പേരിനൊപ്പം നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ അവരുടെ കേസുകൾ എന്താണ് എന്നൊന്നും വ്യക്തമാവുന്നില്ല. അവരുടെ പേരും വിശദാംശങ്ങളുമായി ഷബ്ന വാർത്ത മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇത് ഈ ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് വേണ്ടി സർക്കാർ നീങ്ങുന്നത്. ഇത് 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 എത്തരത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷബ്ന മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഫ്രെയിമിൽ ഇതാക്കണ്ട, അടുത്ത വാർത്തയ്ക്കാം. ഞാൻ ചുമ്മാ അടുത്ത വാർത്തയ്ക്കാം. എനിക്കൊന്നും ക്ലിയർ ആവൂല. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. TK രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. ഇതിനായാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശബനം തുടരുന്നുണ്ട്. ശബനം കേൾക്കാമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് ഇപ്പോൾ സർക്കാർ ഇത്തരമൊരു ശിക്ഷാ ഇളവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശബനം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരി 27-നായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 9 പ്രതികൾക്ക് ഇളവില്ലാതെ തുടർച്ചയായി 20 വർഷം തടവ് ശിക്ഷ വിധിച്ചായിരുന്നു ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നത്. ഇതിൽ 6 പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഈ വധശിക്ഷ ഒഴിവാക്കി ഇത്തരത്തിലുള്ള കഠിനമായ ശിക്ഷ, അതായത് ഈ 20 വർഷത്തിനിടെ ഒരു ഇളവും നൽകാതെ ശിക്ഷ നൽകണം എന്ന് ഡിവിഷൻ ബെഞ്ച് തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. ഇവർ ഗൂഢാലോചനയിലടക്കം പങ്കാളിയായിട്ടുണ്ട്. ഇത് നീചമായ കൊലപാതകമാണ്. ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയവർ കഠിനമായ ശിക്ഷ അനുഭവിക്കണം എന്ന് കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇളവ് നൽകാതെ ശിക്ഷ നൽകാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്ത്, അല്ലെങ്കിൽ അത്തരം നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത്. നിലവിൽ ഈ പ്രതികൾ ഏകദേശം 10 വർഷത്തോളമായി തടവിലാണ്, ജയിലിലാണ്. ഇടയ്ക്ക് ഇവർക്ക് പരോൾ അനുവദിച്ചിരുന്നെങ്കിലും ജയിലിലായ കാലാവധി കഴിച്ച് ബാക്കി 10 വർഷം, അതായത് ഹൈക്കോടതി 20 വർഷം ശിക്ഷ വേണം എന്ന് പറയുമ്പോൾ തന്നെ ഈ തടവിൽ കിടന്ന കാലയളവ് 10 വർഷം കുറച്ച് ശേഷിക്കുന്ന 10 വർഷത്തേക്ക് ഇളവ് അനുവദിക്കരുത് എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം തന്നെ. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം മറികടന്നാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് സർക്കാർ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്ന് വ്യക്തമാണ്. ശരി ഷബ്ന, TP വധക്കേസ് പ്രതികൾക്കാണ് ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കം നടത്തുന്നത്. TK രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് സർക്കാർ നീക്കം. ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിന് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശും ഷബ്ന സിയാദ്.